ഹലോ, നമ്മൾ ഇന്ന് ഒരു പരിപ്പുവടയുടെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും സാധാരണ പരിപ്പുവടയല്ല, പരിപ്പുവട തന്നെ ഒരു ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ബീഫാണ് കേട്ടോ. ബീഫ് ഏകദേശം വേവിച്ച് ക്രഷ് ചെയ്തതാണത്. അത് ഏകദേശം ഒരു 1.25 കപ്പോളം ഉണ്ടാവും. അപ്പോൾ ബീഫ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നെയ്യില്ലാത്ത കഷ്ണങ്ങൾ എടുക്കണം. എന്നാലാണ് നമുക്ക് ആ ക്രഷ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. അതും ഒന്ന് കുതിർത്ത് ഒന്ന് അരച്ചെടുത്തേക്കാണ്. ഒരുപാട് അരച്ചിട്ടില്ല, കുറച്ച് പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചേർക്കണ ഒരു മീഡിയം സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് മുളകിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമായിട്ട് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും കറക്റ്റ് ആ ഒരു പരിപ്പ് വടയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക്, അതായത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് വരണം. ഇതിപ്പോൾ നമ്മൾ കൂടുതലും ബീഫൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി ചേർക്കേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം 1 or 2 ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക ഇതുപോലെ ഒന്ന് പിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എണ്ണയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്യാനിടുമ്പോൾ പെട്ടെന്ന് അത് വിട്ട് പോകും. അതുകൊണ്ട് ആ ഒരു കടലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ നല്ല കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ അങ്ങോട്ട് ഇരുന്നോളും. അപ്പോൾ ഇപ്പോൾ ഞാൻ കടലപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഒട്ടും വൈകിക്കാനില്ല, നേരെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണ ഒഴിക്കുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം മുങ്ങി കിടക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ കാണുമ്പോൾ ഒരു ചെറിയൊരു റെഡിഷാണ് കാണുന്നത്. ശരിക്കും ഒരു ബ്രൗൺ കളറിലേക്ക് മാറുമ്പോഴാണ് നമ്മൾക്ക് കറക്റ്റ് ആ ഒരു വേവിലേക്ക് എത്തുന്നത്. അപ്പോൾ തീ ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ബ്രൗൺ കളറിലേക്ക് പോകും, മുള്ള് വേകാനും താമസം ഉണ്ടാവും. അപ്പോൾ പരത്തുമ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് ആക്കുമ്പോൾ കുറച്ച് കട്ടി കുറച്ചിട്ട് ഒന്ന് ഷേപ്പിലേക്ക് ആക്കിയേക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുത്തേക്കാം. വളരെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ സംഭവം കേട്ടോ. കാരണം നല്ല ക്രിസ്പി ആയിരിക്കും. ബീഫ് ആയതുകൊണ്ട് തന്നെ ബീഫൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റിലാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വെറൈറ്റിയും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.